കൈമുട്ടിലും കാൽമുട്ടിലുമുള്ള കറുത്ത നിറം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റിയ അടിപൊളി ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാണുമ്പോൾ കുറച്ച് കെമിക്കൽ റിയാക്ഷൻ പോലെ തോന്നുന്നുണ്ടെങ്കിലും സംഭവം ആൾ വളരെ പാവമായിട്ടുള്ള ഒരു പാക്കാണ്. സോ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും കറക്റ്റായിട്ട് എങ്ങനെ യൂസ് ചെയ്താലാണ് പ്രോപ്പറായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുക എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ടും തന്നെ കണ്ടു നോക്കുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ ചെയ്തേക്കുക. സോ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. എൻ്റെ മുട്ടിൽ കുറച്ച് ഡാർക്ക് ആയിരിക്കുന്നത് അതെനിക്ക് ആക്സിഡൻ്റ് ആയിട്ട് മുറിവുണ്ടായതിൻ്റെ പാടാണ്. അത് പോകാനായിട്ട് കുറേ നാളെടുക്കും. ഒരുപാട് ഉണ്ടായിരുന്നത് ഇപ്പോൾ ലൈറ്ററായി ഈ ഒരു അവസ്ഥയിലെത്തിയതാണ്. സോ ആദ്യം തന്നെ നമ്മുടെ കൈമുട്ടിലും കാൽമുട്ടിനും അവിടെ എത്രയാണ് ഡാർക്ക്നെസ് ഉള്ളത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ആ ഡാർക്ക്നെസ് ഉണ്ടാവുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. മുട്ടുകുത്തിയിട്ടാണ് നമ്മൾ എഴുതാനൊക്കെ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവിടെ ഡാർക്ക് ആകും. മുട്ടുകുത്തിയിട്ട് നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൂടുതൽ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ കൈയുടെ അവിടെ ഡാർക്ക്നെസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെയാണ് കാലിൽ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ഭാഗത്ത് കൂടുതൽ പ്രഷർ നമ്മൾ കൊടുക്കരുത്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് കുറച്ച് തിക്കായിട്ട് തന്നെ മോയ്സ്ചറൈസ് ചെയ്തും കൊടുക്കണം. ഇത് രണ്ടും നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഒരു 1.5 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഡാർക്ക്നെസ് മാറ്റിയെടുക്കാൻ പറ്റും. ഒപ്പം ഈ ഒരു സ്ക്രബിംഗ് പാക്കും കൂടെ ഞാൻ പറഞ്ഞു തരാം ഡീറ്റെയിൽ ആയിട്ട്. അതും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല വ്യത്യാസം കിട്ടും. ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. നമ്മൾ അപ്പത്തിലൊക്കെ യൂസ് ചെയ്യുന്ന സോഡാപ്പൊടി ഉണ്ടല്ലോ, അത് വെറും 1/2 സ്പൂണ് സോഡാപ്പൊടി മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കാൽ ഭാഗത്തിൻ്റെയും പകുതിയായിട്ടുള്ള കുഞ്ഞി പീസ് നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടെ ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് പത വരും. ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ് ഇത്. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. നമ്മൾ നഖത്തിലൊക്കെ ഉണ്ടല്ലോ, നഖത്തിലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് വളരെ വളരെ നല്ലതായിട്ട് കേട്ടിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം നമ്മളിതിൽ മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് ആദ്യം തന്നെ നമ്മൾ പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കും. പാൽ നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് വളരെ വളരെ നല്ലതാണ്. കണ്ടോ, ഇത് പാൽ ചേർത്ത് കൊടുത്തിട്ടും വൈറ്റ് കളറിൽ നല്ല രീതിയിൽ പതയുന്നുണ്ട്. ആക്ച്വലി ഭയങ്കര ഫാൻസി ആയിട്ടുള്ള ഒരു പാക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിയുമ്പോഴും നമ്മുടെ സോഡാപ്പൊടി ഉണ്ടല്ലോ, അത് അത്രയ്ക്ക് അങ്ങോട്ട് മെൽറ്റ് ആവത്തില്ല. നമുക്ക് സ്ക്രബ് ചെയ്യാനുള്ള അവസ്ഥയിൽ തന്നെ ഉണ്ടാവും. ഇനി നമുക്കത് എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാത്തൊരു ബ്രഷ്, നമ്മൾ ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതൊന്ന് നമ്മുടെ കയ്യിലോട്ട് അപ്ലൈ ചെയ്യുന്ന രീതിക്ക് ആക്കി ഇതൊന്ന് തൊട്ടിട്ട് നമ്മുടെ കയ്യിലൊന്ന് വെച്ച് മുട്ടിൻ്റെ അവിടെയായിട്ട്, കയ്യിൽ മാത്രമല്ല കേട്ടോ, നമുക്കിത് കാലിലും യൂസ് ചെയ്യാം. വളരെ വളരെ നല്ലതാണ്. നല്ല സോഫ്റ്റാണ്. നമ്മൾ ടൂത്ത് ബ്രഷൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ ഒത്തിരി ഹാർഡായിട്ടുള്ള ടൂത്ത് ബ്രഷ് ഒന്നും അല്ല കേട്ടോ. നമുക്ക് സാധാരണ ഈവൻ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരെണ്ണം കുഞ്ഞു കുട്ടികളുടെ ഒരു 10 രൂപയ്ക്കൊക്കെ കിട്ടത്തില്ലേ, അതൊരെണ്ണം വാങ്ങിച്ചാലും കുഴപ്പമില്ല. ഏറ്റവും സോഫ്റ്റായിട്ടുള്ളത് വേണം യൂസ് ചെയ്യാനായിട്ട്. സോഫ്റ്റായിട്ടുള്ള ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നല്ല ഒരു മസാജ് കൊടുക്കുക. ഇനി ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കൈ വെച്ചും ചെയ്യാം. പക്ഷേ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് നമുക്ക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുന്നത് തന്നെ. നല്ല ഒരു മൈൽഡായിട്ടുള്ള, എന്നാൽ നമ്മുടെ മുട്ടിൻ്റെ ഭാഗത്ത് ഡെഡ് സെൽസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് കട്ടിയുള്ള സ്കിന്നും കൂടെ ആയിരിക്കും. അവിടെ അത്യാവശ്യം വേണ്ട സ്ക്രബിങ് കൊടുക്കാനായിട്ട് ടൂത്ത് ബ്രഷ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഭയങ്കര കട്ടിയുള്ളതല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷ് എടുക്കുക. എന്നിട്ട് നല്ല ഒരു മസാജും കൂടെ കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് ഒട്ടും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കൈ വെച്ച് മസാജ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇത് ഉടനെ വാഷ് ചെയ്യരുത്. കുറച്ച് നേരം ഇങ്ങനെ തന്നെ വെച്ചിരിക്കുക. അതായത് ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചിരിക്കുക. അതിനുശേഷം കൈ നന്നായിട്ട് വാഷ് ചെയ്യുക. കൈ ആയാലും കാലായാലും വാഷ് ചെയ്തതിന് ശേഷം ഒന്നുകിൽ വാസ്ലിൻ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ, കുറച്ച് തിക്കായിട്ടുള്ള മോയ്സ്ചറൈസറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കാര്യം ആ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഡെഡായിട്ടുള്ള സ്കിൻ ഉണ്ടാവും, ഡ്രൈ സ്കിൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു പിഗ്മെൻറ്റേഷൻ മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള വാസ്ലിൻ അല്ലെങ്കിൽ തിക്കായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഇത് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. തീർച്ചയായിട്ടും ഒരു 1.5 മാസം അതിനുള്ളിൽ നിങ്ങളുടെ കയ്യിലുള്ള കാലിലുള്ള മുട്ടിലുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ഡാർക്ക്നെസ് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ എൻ്റെ കയ്യിലുള്ള ഈ പാട് എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും പോവില്ല, കുറേ കാലം എടുക്കും. കാര്യം ഇത് ഞാൻ വീണിട്ട് ആക്സിഡൻ്റ് ആയിട്ടപ്പം ഉള്ള പാടാണ്. വലിയ മുറിവായിരുന്നു. ഇപ്പം ഇത്ര പാടല്ലേ ഉള്ളൂ എന്നാലോചിച്ച് ഞാൻ സമാധാനിക്കുകയാണ്. സോ നിങ്ങൾക്കൊന്നും അങ്ങനെ ഉണ്ടാവത്തില്ല. ഡാർക്ക്നെസ് മാറ്റിയെടുക്കാൻ ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണ്. ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോയിൽ കാണാവേ. ടാറ്റാ, ബൈ.